ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. മീനില്ലാത്ത മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് മീൻ കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിലും പിന്നെ മീൻ കഴിക്കാൻ പറ്റാത്ത നമ്മുടെ സഹോദരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, സഹോദരന്മാരെല്ലാവർക്കും അവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബൈ. ഇതാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. ഇതാണ് ഞാൻ മീൻകറി വെക്കാൻ പറഞ്ഞത് കേട്ടോ. ഇതിങ്ങനെ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കവറിൽ വരും. അത് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യാണ്. ആ കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി, പിന്നെ ഞാൻ കാണിച്ചത് ഇഞ്ചി, പച്ചമുളക്. ഇത് ഇപ്പോൾ ഡീറ്റെയിൽസ് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് തവിടെണ്ണയിലാണ് പാചകം ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത ഇൻഗ്രീഡിയൻസിൽ കുറച്ചെടുത്ത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. അതായത് അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം എടുത്തിട്ട് ആണ് ഞാനിത് കുക്കറിൽ 3 വിസിലാണ് വയ്ക്കാൻ പോകുന്നത്. 3 വിസിൽ നമ്മൾ ഇനി വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാണ്ട് അടുത്തത് നമ്മൾ ഒരു മൺചട്ടി എടുക്കുക. അത് നന്നായി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലാ എണ്ണ വെച്ചിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ തവിടെണ്ണ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ തവിടെണ്ണ ആവശ്യാനുസരണം ഒഴിക്കുക ചട്ടിയിൽ. തവിടെണ്ണ ഇപ്പോൾ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതെന്നൊക്കെ നമുക്ക് വളരെയധികം എന്താ പറയുക നല്ലൊരു എണ്ണയാണ്. മറ്റുള്ള ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത് ഈ എണ്ണ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിയിലൊന്ന് ഈ എണ്ണ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ടതിന് ശേഷം ഒന്ന് തീയൊന്ന് ഇത്തിരി കൂടി ഹൈ ആക്കുമ്പോഴേക്കും അതിങ്ങനെ നന്നായി ചൂടായിട്ട് വരും. കണ്ടോ അതിലിങ്ങനെ ചൂടായിട്ട് വരുന്നത്. ഈ ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മളുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകുമ്പോഴേക്കും കുക്കർ ഇങ്ങനെ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 വിസിലാണ് നമുക്ക് വേണ്ടത്. 3 വിസിൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുക്കറിലവിടെ. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ചേർക്കുക. അപ്പോൾ അമ്മയാണ് എനിക്ക് ക്യാമറ പിടിച്ചു തരുന്നത്. അപ്പോൾ ആളൊന്ന് ഇത്തിരി ഷെയ്ഡാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ മുളക് പൊടി എടുത്ത് വെച്ചിട്ട് 2 സ്പൂണാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാനവിടെ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പോവാണ്. കാരണം ചിലവരത് ചതച്ചിട്ടിടുക. നമ്മൾ എന്ത് ചെയ്യും, ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ പെട്ടെന്ന് അത് ലൂസായി കിട്ടും. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചട്ടിയിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സായിട്ട് വരുമ്പോൾ നമ്മുടെ അപ്പുറത്ത് നമ്മൾ കുക്കറിലെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ മൺചട്ടിയിലോട്ട് അത് ഒഴിച്ചു കൊടുക്കണം. കൈപ്പൊള്ളാതെ സൂക്ഷിക്കണേ. അങ്ങനെ അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കയ്യിലെടുത്ത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ കുടംപുളിയുടെ ചൂടുള്ള വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത് അപ്പോഴേക്കും ഒന്ന് ലൂസായിട്ടുണ്ട് കേട്ടോ കുടംപുളി. നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് അതിലോട്ട് നമുക്ക് മീൻകറി തിളച്ച് വന്നു കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് ഈ കുടംപുളി അതിലേക്ക് ഇടും. മീൻകറി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താ മീനിട്ടുണ്ടോന്ന്. മീനില്ല കേട്ടോ, നമ്മുടെ വെജിറ്റേറിയൻ ബൈറ്റ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ നല്ല പോലെ നല്ല രസത്തിൽ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടണം. എന്നിട്ട് നമ്മൾ നോക്കണം ഉപ്പും പുളിയും എരിവും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഞങ്ങളിവിടെ അധികം എരി യൂസ് ചെയ്യില്ല. അപ്പോൾ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള എരിവൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അതാ അതിൻ്റെ മുകളിൽ ഞാൻ കറിവേപ്പില ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി തിളച്ച് വരുന്നു.
പിന്നെ നല്ല മണവും വരുന്നുണ്ട്, നല്ല ഘമഘമാ മണം. അടിപൊളി മീൻകറിയാണ്. കറക്റ്റ് നമ്മൾ ശരിക്കും മീൻകറി വെക്കില്ലേ, നമ്മുടെ വറ്റ അങ്ങനത്തെ കുടുത അങ്ങനത്തെ മീനൊക്കെ വെക്കുമ്പോൾ വരുന്ന ആ ഒരു ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് വരുന്നുണ്ട്, മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മീനൊന്നും കഴിക്കാത്ത സമയത്ത് വീട്ടിൽ ഗൈസ് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് അമ്മേനെ വിളിച്ച് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്മയുടെ അഭിപ്രായം കണ്ടാം. അടിപൊളി എന്താ പറയാ, നല്ല വേറെ കട്ടുമീനൊക്കെ വെക്കില്ലേ നമ്മള്. അപ്പോൾ അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്ക്. നമ്മള് അരക്കി ഏട്ടയാവ് ഇതൊക്കെ വെക്കേണ്ട ടേസ്റ്റ് ഉണ്ടോ? എല്ലാ ടേസ്റ്റിലും എത്തിയുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ് അമ്മയുടെ അഭിപ്രായം കിട്ടി, കറി നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇനിയിപ്പോ എരി വേണ്ടവർക്ക് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് കുറച്ചും കൂടി എരിവിടാം, പുളി വേണ്ടവർക്ക് ഇതിനെ പുളി ഇടാം. അപ്പൊ സൂപ്പറാണ്. എല്ലാവരും കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറയും. അപ്പൊ ഗൈസ് വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.